നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 15 വ്യാഴം. സുപ്രീം കോടതിയുടെ 52ാം ചീഫ് ജസ്റ്റിസായി BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം പട്ടികജാതിയിൽ നിന്ന് ഈ പദവിയിലെത്തുന്നയാളാണ് ചീഫ് ജസ്റ്റിസ് ഗവായ്. വഖഫ് നിയമ ഭേദഗതികൾക്കെതിരായ ഹർജി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ആഴ്ചകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമിട്ട് BSF കോൺസ്റ്റബിൾ പൂർണ്ണകുമാർ ഷാ ഇന്ത്യൻ മണ്ണിൽ തിരികെ എത്തി. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ഷായെ ഇന്നലെ രാവിലെ 10:30 അമൃത്സറിലെ അട്ടാരി ചെക്ക് പോസ്റ്റ് വഴിയാണ് കൈമാറിയത്. ഇന്ത്യൻ അതിർത്തി കടന്നതിന് BSF പിടികൂടിയ പാക് റേഞ്ചർ മുഹമ്മദുള്ളയെ ഇന്ത്യയും വിട്ടയച്ചു. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ മലമ്പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ 31 മാവോയിസ്റ്റുകളെ വധിച്ചെന്ന് CRPF പോലീസ് മേധാവി അറിയിച്ചു. ലഹരി കലർത്തിയ 15 കിലോഗ്രാം ചോക്ലേറ്റ്, ക്രീം ബിസ്ക്കറ്റ്, കേക്ക്, 34 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങി 40 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കളുമായി 3 യാത്രക്കാർ കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടിയിൽ. തായ്ലൻഡിൽ നിന്ന് മലേഷ്യയിലെ കോലാലംപൂർ വഴി എത്തിയ ഇവർക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. 3 സ്ത്രീകളെയും 80,000 രൂപ വീതം വാഗ്ദാനം ചെയ്ത് ലഹരി കടത്താൻ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം PSC അംഗങ്ങളാകുന്നവർക്ക് PSCയിലെ സേവന കാലയളവ് കൂടി പെൻഷൻ തുക നിശ്ചയിക്കാൻ പരിഗണിക്കാമെന്ന് സർക്കാർ തീരുമാനം. ഇങ്ങനെ PSC അംഗങ്ങളാകുന്നവരുടെ പെൻഷൻ തുക കുതിച്ചുയരാൻ ഇത് കാരണമാകും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കൊച്ചി കടവന്ത്രയിലെ ബേസ് കിച്ചണിൽ നിന്ന് പഴകിയ കോഴിയിറച്ചി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചു. കടുത്ത ദുർഗന്ധമെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ഷന്റെ ഗോഡൌണിലും എതിർവശത്തെ കിച്ചണിലും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. സ്ഥാപനം പൂട്ടി മുദ്രവെച്ചു. ഡൽഹി കേന്ദ്രമായ കമ്പനിയാണിത്. അഭിഭാഷകയായ യുവതിക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമം നടന്നാൽ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പ്രതിയായ ബെയ്ലിൻ ദാസ് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചത്. 10 വർഷം മുമ്പ് എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷമായിരുന്നു ഇത്. റോഡ് നിർമ്മാണത്തിന്റെ ബിൽ പാസാക്കുന്നതിന് കരാറുകാരിൽ നിന്ന് 2 ലക്ഷത്തിലേറെ രൂപ ഗൂഗിൾ പേ അക്കൗണ്ടിലൂടെ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ 2 ജീവനക്കാർക്കെതിരെ വിജിലൻസ് കേസ്. ബിൽ പാസാക്കുന്നതിന് ഇരുവരും കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന് വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള 17 മുതൽ 23 വരെ കനകക്കുന്നിൽ നടക്കും. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം 23 പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലാറ്റിൻ അമേരിക്കൻ വിമോചന സമര നേതാവും യുറുഗ്വായ് മുൻ പ്രസിഡന്റുമായ ഹോസെ മൊഗിക്ക 89 വയസ്സ് അന്തരിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ യുറുഗ്വായിൽ പുരോഗമനപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന മൊഗിക്ക ഗറില്ല പോരാളിയിൽ നിന്നാണ് ഭരണകർത്താവായത്. 2010-15 യുറുഗ്വായിൽ ഇടതുപക്ഷ സർക്കാരിനെ നയിച്ച കാലത്ത് ലളിത ജീവിതം കൊണ്ട് ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടു. പ്രസിഡന്റ് ആയ ശേഷവും ഔദ്യോഗിക വസതിയിൽ താമസിക്കാൻ വിസമ്മതിച്ച മൊഗിക്ക നഗരത്തിന് പുറത്ത് തകരമേൽക്കൂരയിൽ സാധാരണ വീട്ടിലാണ് താമസം തുടങ്ങിയിരുന്നത്. കോട്ടും ടൈയും ഒഴിവാക്കി പഴയ ബീറ്റിൽ കാറോടിച്ച് പട്ടണത്തിലെ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. വാതിലിലും ഭിത്തിയിലും കോടതിയുടെ സമൻസ് പതിക്കുന്ന പോലീസിന്റെ ഏർപ്പാട് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. സമൂഹമാധ്യമ അക്കൗണ്ടും ഇമെയിലും വഴി സമൻസ് നൽകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം ഔദ്യോഗികമാക്കാനുള്ള ചട്ടങ്ങൾ സർക്കാർ രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും നൽകി. സ്വന്തമായ ഫോൺ നമ്പറോ വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമ അക്കൗണ്ടുകളോ ഇമെയിൽ അഡ്രസ്സോ ഇല്ലാത്തവർക്കു മാത്രം തുടർന്നും പേപ്പർ സമൻസ് ലഭിക്കും. ഇലക്ട്രോണിക് മാധ്യമം വഴി സമൻസ് ലഭിച്ചാലും പേപ്പർ സമൻസ് ലഭിച്ചാൽ മാത്രം കോടതിയിൽ ഹാജരായാൽ മതി എന്ന നിലപാട് സ്വീകരിക്കാൻ ഇനി കക്ഷികൾക്ക് കഴിയില്ല.
ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താൻ BCCI നിർബന്ധിതരായത്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.